നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ നിയമസഭ സർവ്വസജ്ജമായിരിക്കുകയാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നു. സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് നടക്കും. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. എന്തായാലും സ്പീക്കർക്ക് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, അതായത് സമാനമായ പേരുകളുള്ള നിരവധി പേരുണ്ട് നമ്മുടെ നിയമസഭയിൽ ഇത്തവണ. ഉദാഹരണത്തിന് രമേശ് പിഷാരടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. സ്പീക്കർ രമേശ് എന്ന പേര് പറയുമ്പോൾ ഉറപ്പായിട്ടും രണ്ട് രമേശും എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പഠിക്കുക, അവരുടെ പേര് കൃത്യമായി പറയുക എന്ന വെല്ലുവിളിയുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. സമാനമായ പേരുള്ള നിരവധി പേര് ഇപ്പോൾ നിയമസഭയിലുണ്ട്. ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് സ്പീക്കർക്ക് മാറും. 140 അംഗങ്ങളിൽ ഒരേ പേരുകാരോ സമാന പേരുകാരോ ആയ 34ഓളം പേരുണ്ട്. സ്പീക്കറായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനി സഭ നിയന്ത്രിക്കുമ്പോൾ വിളിക്കുന്ന പേരിലെ ഒരക്ഷരം മാറിപ്പോയാൽ പ്രസംഗിക്കാൻ മറ്റൊരാൾ എഴുന്നേൽക്കുമെന്ന സ്ഥിതി. മന്ത്രി കെ മുരളീധരനെ വിളിക്കുമ്പോൾ ഇനിഷ്യൽ ചേർത്ത് വിളിച്ചില്ലെങ്കിൽ BJPയിലെ വി മുരളീധരൻ എഴുന്നേൽക്കും. അതുകൊണ്ട് മുരളീധരൻ എന്ന് വിളിക്കുന്നതിന് പകരം കെ മുരളീധരൻ എന്ന് വിളിക്കണം, വി മുരളീധരൻ എന്ന് വിളിക്കണം. അപ്പോൾ ഇനിഷ്യലൊക്കെ ചേർത്ത് സ്പീക്കർ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തിരിച്ചുമാകാനുള്ള സാധ്യതയുമുണ്ട്. മന്ത്രി രമേശ് ചെന്നിത്തലയോട് എന്തെങ്കിലും നിർദ്ദേശിക്കുമ്പോൾ ശ്രീ രമേശ് എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടി എഴുന്നേൽക്കാനുള്ള സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ രമേശ് പിഷാരടി എന്ന് തന്നെ പറയണം. ഇല്ലെങ്കിൽ രണ്ട് രമേശുമാരും കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് പുറമെ സഭയിൽ ഏറ്റവും സമാന പേരുകാർ ഈ പേരാണ് വി ജോയിയും VS ജോയിയും. ജോയിയോട് നിർദ്ദേശിച്ചാൽ വി ജോയിയോട് നിർദ്ദേശിക്കുന്നു, VS ജോയിയോട് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ രണ്ട് ജോയിമാർക്ക് കൺഫ്യൂഷൻ വരും. ഒരാൾ CPM-ഉം മറ്റേയാൾ കോൺഗ്രസുമാണ് ഈ ജോയിമാരിൽ രണ്ടുപേരും. രാജന്മാർ 3 പേരുണ്ട്. കെ രാജനുണ്ട്, കാരായി രാജനുണ്ട്, രാജൻ ജെ പല്ലനുണ്ട്. അപ്പോൾ രാജന്മാരുടെ ഇനിഷ്യലും പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരാൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, F രാജ. തളിപ്പറമ്പിൽ നിന്ന് UDF സ്വതന്ത്രനായി ജയിച്ച TK ഗോവിന്ദന് കൂട്ടായി കാഞ്ഞങ്ങാട്ട് നിന്നുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിലുണ്ട്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൊച്ചിയുടെ പ്രതിനിധി മുഹമ്മദ് ഷിയാസിന്റെ പേരുകൾ തമ്മിൽ ഒരക്ഷരത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഒരു സമാനതയുണ്ട്. നെന്മാറയിലെ K പ്രേമനും ഒറ്റപ്പാലത്തെ K പ്രേംകുമാറും ഒരേ പാർട്ടിക്കാരും സമാന പേരുകാരും മാത്രമല്ല, ഒരേ ഇനിഷ്യലുകാർ കൂടിയാണ്. AP അനിൽകുമാർ, GR അനിൽ, AKM അഷ്റഫ്, TP അഷ്റഫ് അലി, OG ജനീഷ്, KU ജനീഷ് കുമാർ, AC മൊയ്തീൻ, കുറുക്കോളി മൊയ്തീൻ, PK പ്രവീൺ, K പ്രവീൺ കുമാർ, ഷിബു ബേബി ജോൺ, ഷിബു തെക്കുംപുറം, സുമേഷ് അച്യുതൻ, KV സുമേഷ്, AD തോമസ് ഉണ്ണിയാടൻ, PC വിഷ്ണുനാഥ്, വിഷ്ണു മോഹൻ എന്നിങ്ങനെ പേരുകൾ സമാനമായിട്ടുള്ള നിരവധി പേരുണ്ട്. അതുകൊണ്ട് സ്പീക്കർക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഇവരുടെ പേര് പഠിക്കുക. മാത്രമല്ല പേര് ഇനിഷ്യൽ ചേർത്ത് വിളിക്കുക. അവരുടെ പേര് മാത്രം വിളിക്കാതെ കൂട്ടുപേര് കൂടി വിളിക്കേണ്ട സാഹചര്യമാണ് സ്പീക്കർക്ക് മുന്നിൽ ഉള്ളത്. അബു ജോൺ ജോസഫിനെയും CP ജോണിനെയും ഷിബു ബേബി ജോണിനെയും സമാനരാക്കി പേരുകളിൽ ജോൺ ഉണ്ടെന്നതും ഏറ്റവും കൗതുകകരം. അപ്പോൾ എന്തായാലും സ്പീക്കർക്ക് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി ഇവരുടെ പേര് പഠിക്കുക എന്നതാണ്. എന്നാലും സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. അദ്ദേഹം 101 വോട്ടുകൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരുന്നു 35 വോട്ടുകൾ. BJPയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാർ 3 വോട്ടുകൾ. വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അവരവരുടെ പാർട്ടിക്കാർ അവരവരുടെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭാ സ്പീക്കറായി അങ്ങനെ മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 3 മുന്നണികളും മത്സരിച്ചതിനാൽ നിയമസഭയിൽ നടന്ന വോട്ടെടുപ്പിലായിരുന്നു തിരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ട്, AC മൊയ്തീന് 35, BB ഗോപകുമാറിന് 3 വോട്ടുകൾ. നടപടികൾ നിയന്ത്രിച്ച പ്രോം ടൈം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. പേര് വിളിക്കുന്നതിനനുസരിച്ച് അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് പിന്നിൽ ഒരുക്കിയ സ്ഥലത്ത് വന്ന് വോട്ട് രേഖപ്പെടുത്തി പെട്ടിയിലിടുകയായിരുന്നു. 138 വർഷത്തെ പാരമ്പര്യമുണ്ട് നിയമസഭയ്ക്ക്. ഇവിടെ 25ാമത്തെ സ്പീക്കറായിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ 100% സംതൃപ്തിയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ട വിധം വിനിയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ജൂൺ 1-നാണ്. ഭരണപക്ഷത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. LDF BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. പ്രിയങ്കരനായ തിരുവഞ്ചൂരിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. സഭയിലെ ഏറ്റവും സീനിയറായ ഒരാളാണ് അദ്ദേഹം. എങ്ങനെ ഒരു നിയമസഭാ സാമാജികൻ ആയിരിക്കണം എന്നതിൻ്റെ റോൾ മോഡലാണ് തിരുവഞ്ചൂർ
രാധാകൃഷ്ണൻ എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായി വിജയൻ അനുമോദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഹർദ്ദമായ അനുമോദനങ്ങളെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പിണറായി വിജയൻ പറഞ്ഞത്. ദീർഘമായ നിയമസഭാ പരിചയത്തിന് ഉടമയാണ് അദ്ദേഹമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഭരണ പ്രതിപക്ഷത്തിരുന്നുള്ള വൈവിധ്യമായ രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു, ജനാധിപത്യ നടപടികൾ നടത്താൻ സ്പീക്കർക്കാകട്ടെ എന്ന്. ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സഭയിൽ കഴിയട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസകൾ അറിയിച്ചു. പുതിയ MLA-മാരെ പ്രോത്സാഹിപ്പിക്കണം. പൂർണ്ണ സഹകരണം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്തായാലും സ്പീക്കർ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. സ്പീക്കറിൻ്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രോം ടൈം സ്പീക്കറായിട്ട് G. സുധാകരനായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത്രയും നേരം സ്പീക്കർ കസേരയിലിരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തിരഞ്ഞെടുത്തതിന് പിന്നാലെ G. സുധാകരൻ കസേര ഒഴിഞ്ഞു. ഭരണപക്ഷ നിരയിൽ വലിയ അംഗബലമുള്ളത് കൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറാകുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. മാത്രമല്ല മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട്, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച കൂടി കാണാൻ ഇടയായി. ആദ്യമായിട്ടാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. പ്രോം ടൈം സ്പീക്കറുടെ നിയന്ത്രണത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. 4 പത്രികകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ടത്. ഇതാണ് വി.ഡി. സതീശൻ നാമനിർദ്ദേശം ചെയ്യുകയും സണ്ണി ജോസഫ് പിന്താങ്ങിക്കൊണ്ടുള്ളത്, P.K. കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും P.K. ബഷീർ പിന്താങ്ങുകയും മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ഷിബു ബേബി ജോൺ നാമനിർദ്ദേശം ചെയ്യുകയും C.P. ജോൺ പിന്താങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ 4 പത്രികകൾ തിരുവഞ്ചൂരിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. A.C. മൊയ്തീനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ആദ്യ പത്രികയിൽ പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്യുകയും K. രാജൻ പിന്താങ്ങുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ പത്രികയിൽ K.N. ബാലഗോപാൽ നാമനിർദ്ദേശം ചെയ്യുകയും P.K. പ്രവീൺ പിന്താങ്ങുകയും ചെയ്തിരുന്നു. B.B. ഗോപകുമാറിനെ നാമനിർദ്ദേശം ചെയ്തുള്ള പത്രികയിൽ രാജീവ് ചന്ദ്രശേഖർ പേര് നിർദ്ദേശിക്കുകയും V. മുരളീധരൻ പിന്താങ്ങുകയും ചെയ്തു. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർക്കായുള്ള തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് പിന്നിലുള്ള കഥകൾ ഇവയൊക്കെയാണ്. ഇനി നമുക്ക് എന്തായാലും നോക്കാം. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിനുമുണ്ട് ഒരു നീണ്ട രാഷ്ട്രീയ ചരിത്രം. നോക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് എന്നത്. 1967 KSU കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1969 KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം വഹിച്ചിട്ടുണ്ട്. 1971 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു. അദ്ദേഹം എല്ലാത്തിലും ജയിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 1984 മുതൽ 2001 വരെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പാമോയിൽ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് 2011 ഓഗസ്റ്റ് 9 വിജിലൻസ് വകുപ്പിന്റെ ചുമതല അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ ഈ വകുപ്പിന്റെ ചുമതല കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറപ്പെട്ടിട്ടുണ്ട്.